Hello everyone, welcome to Central Government Job Updates. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റ് ബാങ്കിങ് സെക്ടറിൽ വരുന്ന ജോബ് റിക്രൂട്ട്മെന്റ് ആണ്. അതിൽ IDBI ജൂനിയർ അസിസ്റ്റന്റ് മാനേജറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് IDBI ബാങ്ക് എന്ന് പറയുന്നത്. അതിൻ്റെ കീഴിലുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കാണ് വാക്കൻസി വന്നിട്ടുള്ളത്. 676 വാക്കൻസീസ് വന്നിട്ടുണ്ട് കേട്ടോ. 676 വാക്കൻസീസ് വന്നിട്ടുണ്ട്. ഓൾ ഇന്ത്യ വാക്കൻസി തന്നെയാണ് വന്നിട്ടുള്ളത്. IDBI ബാങ്ക് GM റിക്രൂട്ട്മെന്റ് 20 മെയ്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. 6-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് 20 മെയ് വരെയാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് ഡേറ്റ് വരുന്നത് 20 മെയ് ആണ്. അപ്പം ആ ഒരു കുറച്ച് സമയമുള്ളൂ. അതിനുള്ളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. ഈ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റും ഒക്കെ കറക്റ്റായി വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ബാങ്കിങ് സെക്ടർ ജോലി എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ കഴിഞ്ഞ എല്ലാ പേർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ഏതൊരു ഡിഗ്രി എടുത്ത ഒരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബാണ് ബാങ്കിൽ വരുന്നത്. അപ്പോൾ ആ ബാങ്കിങ് സെക്ടറിലെ ജോലി താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്? ഡിഗ്രി ആണ്. ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 to 25 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 to 25 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് എന്തുണ്ട്, നിങ്ങളുടെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/STക്ക് ആണെങ്കിൽ 5 വർഷത്തിന്റെ റിലാക്സേഷൻ, OBCക്ക് ആണെങ്കിൽ 3 വർഷത്തിന്റെ റിലാക്സേഷൻ, അങ്ങനെ റിലാക്സേഷൻ കൃത്യമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. 20 to 25 ആണ് നോർമൽ ജനറൽ കാൻഡിഡേറ്റ്സിന് വരുന്നത്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ ടെസ്റ്റും അതുപോലെ തന്നെ പേഴ്സണൽ ഇന്റർവ്യൂ ആണ് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു ടയർ 1 എക്സാമിനേഷൻ, ഒരു ഒറ്റ എക്സാമിനേഷൻ ആണ് ബാങ്കിന് എപ്പോഴും വരാറുള്ളത്. ഒരു ഓൺലൈൻ എക്സാമിനേഷനും അതിൻ്റെ ഒപ്പം ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു കടമയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഓൺലൈൻ എക്സാമിനേഷനും ഇന്റർവ്യൂ ആണ് വരുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പ്രൊബേഷണറി പീരീഡ് അല്ലെങ്കിൽ ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്ന ഒരു പീരീഡ് 1 വർഷത്തേക്കാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് www.idbibank.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിലേക്ക് ലിങ്കിലേക്കുള്ള അപ്ലൈ ഓൺലൈൻ ചെയ്യാനുള്ള ലിങ്കിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവൈലബിൾ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. റിലീസ് ചെയ്തിരിക്കുന്നത് 7 മെയ്നാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 20 മെയ് വരെയാണ് നിങ്ങൾക്ക് ടൈം ഉള്ളത്. ഫീസ് അടയ്ക്കാനും മറ്റു കാര്യങ്ങൾക്കും എല്ലാത്തിനും ഉള്ള ടൈം 20 മെയ് ആണ്. എത്രയും വേണം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. എക്സാം ഡേറ്റ് ഇപ്പോൾ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജൂൺ 8-നാണ് എക്സാം ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജൂൺ 8 വരെ എന്താ ചെയ്യുക, നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ള ഒരു ടൈം ഉണ്ട്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ പഠിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കുക. ഓൺലൈൻ എക്സാമിനേഷൻ്റെ ഡേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. 8 ജൂണിനാണ് നിങ്ങളുടെ ഡേറ്റ് വരുന്നത്. ഇനി ആർക്കൊക്കെ എത്ര വേക്കൻസി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ കാറ്റഗറിയിൽ എത്ര വേക്കൻസി ആണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. UR കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 271 വേക്കൻസീസ് ഉണ്ട് കേട്ടോ. IDBIയുടെ ഏത് സെൻറ്ററിൽ വേണം നിങ്ങൾക്ക് ജോബ് കിട്ടാം. എന്തായാലും URന് വരുന്നത് 271 വേക്കൻസി ആണ്. SC-ക്കാർക്ക് വരുന്നത് 140 വേക്കൻസി, ST-ക്കാർക്കാണെങ്കിൽ 74 വേക്കൻസി, EWS എന്ന് പറയുന്ന എക്കണോമിക്കലി വീക്കർ സെഷൻ ആണെങ്കിൽ 67 വേക്കൻസി, OBCക്ക് ആണെങ്കിൽ 124 വേക്കൻസിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ OBCക്ക് 124 വേക്കൻസിയും അതുപോലെ തന്നെ UR കാൻഡിഡേറ്റ്സിന് 271 വേക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി, അത്യാവശ്യം നല്ല വേക്കൻസി തന്നെയാണ് IDBI ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. ഇനി വരുന്ന ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏജ് ലിമിറ്റും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ആണ് നമ്മൾ അറിയാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഡിഗ്രിയാണ്. ഏതൊരു ഡിഗ്രി ഉള്ള ഒരാൾക്കും ആണെങ്കിലും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. മിനിമം ഏജ് 20 ഇയേഴ്സും മാക്സിമം ഏജ് 25 ഇയേഴ്സും. SC/STക്ക് ആണെങ്കിൽ 30 വയസ്സ് വരെയും. അതുപോലെ OBCക്ക് ആണെങ്കിൽ നമുക്ക് 28 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. കാൻഡിഡേറ്റ്സിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് മെയ് 2, 2000-നും അതുപോലെ തന്നെ മെയ് 1, 2005-നും ഇടയിൽ അപ്ലൈ ചെയ്യാൻ ഉള്ളവർക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് വേണ്ടത്. അതിൽ ജനറൽ, EWS, OBC കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 60% മിനിമം മാർക്ക് വേണം കേട്ടോ. അപ്പോൾ 60% മാർക്ക് ജനറൽ, OBC, EWS കാൻഡിഡേറ്റ്സിന് വേണം. 55% SC/ST, PWD കാൻഡിഡേറ്റ്സിന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത കമ്പ്യൂട്ടർ ലിറ്ററസി അത്യാവശ്യം അറിഞ്ഞിരിക്കണം. അതായത് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ്. കമ്പ്യൂട്ടറൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യാൻ അറിയണം. MS വേർഡ് പോലെയുള്ള MS ഓഫീസുകളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം പരിചയമായിരിക്കണം എന്നുള്ളൊരു കാര്യം ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഹാവ് പ്രൊഫഷൻസി ഇൻ കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടറിൽ അത്യാവശ്യം, കാരണം കമ്പ്യൂട്ടർ വർക്ക്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ വർക്ക് കൃത്യമായിട്ട് ചെയ്യാനുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇനി അടുത്ത ഫീസിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫീസ് ഉണ്ട്. അപ്പോൾ ഫീസ് വരുന്നത് ജനറൽ, OBC എല്ലാ കാൻഡിഡേറ്റ്സിനും 1050 രൂപയാണ് വരുന്നത് കേട്ടോ. 1000+ ഇതാണ് വരുന്നത്.
അത് കഴിഞ്ഞ് നമ്മുടെ SC ST PWD ആണെങ്കിൽ 250. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കുക. ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് അത്യാവശ്യം എന്ത് വരാറുണ്ട്, ഫീസ് വരാറുണ്ട്. 1050 ആണ് നമ്മുടെ അതർ കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും വരുന്നത്. SC STക്ക് മാത്രമാണ് 250 വരുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഒരു വർഷം നമുക്ക് പ്രൊബേഷണറി പീരീഡ് എന്ന് പറയുമ്പോൾ ട്രെയിനിങ് പീരീഡ് ആണ്. ആദ്യത്തെ 6 മാസം ട്രെയിനിങ് പീരീഡ് ആണ്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് അല്ലെങ്കിൽ സാലറി കിട്ടുന്നത് 15,000 പെർ മന്ത് എന്നുള്ള രീതിയിലാണ്. ഇന്റേൺഷിപ്പ് പീരീഡ് എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ട്, 2 മാസത്തേക്കാണ്. ആ ഒരു ടൈം നിങ്ങൾക്ക് 15,000 പെർ മന്ത് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ആഫ്റ്റർ കൺഫർമേഷൻ നിങ്ങളുടെ ഫൈനൽ സാലറി വരുന്നത് ഏകദേശം എന്താണ്, ഈ പറയുന്ന വർഷക്കണക്കിനാണ്. 6 lakh എന്നുള്ള ഒരു രീതിയിലാണ് നിങ്ങളുടെ സാലറി കണക്ക് വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പറയാം. ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ ആയതുകൊണ്ടാണ് ഈ ഒരു എന്ത് പറയുന്നത്, സാലറി പാക്കേജ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിക്കോളുക. ഇത് നിങ്ങളുടെ ഓരോ സമയത്ത് ഡിപ്പാർട്ട്മെന്റൽ വൈസ് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ആ പൊസിഷൻസ് വരാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത് ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ്. അപ്പോൾ നോക്കിക്കോളാം, നിങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ സാലറി, ഫൈനൽ സാലറി വരുന്നത് 6 lakh എന്നുള്ള രീതിയിലാണ് പെർ ആനം വരുന്നത് കേട്ടോ. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത നമ്മുടെ IDBIയുടെ എക്സാം പാറ്റേൺ ആണ്. ഫസ്റ്റ് പാറ്റേൺ എന്നുള്ളത്, അതായത് CBT എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പാറ്റേൺ എന്താണെന്നുള്ളതാണ്. ഫസ്റ്റ് വരുന്നത് എല്ലാത്തിനും പോലെ തന്നെ റീസണിങ് ആണ് കേട്ടോ. ഫസ്റ്റ് വരുന്നത് റീസണിങ്, ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നതാണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 60 മാർക്കിന് വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഇംഗ്ലീഷ്, മാത്സ്, പിന്നെ ജനറൽ എക്കണോമി, ബാങ്കിങ് അവയർനെസ്, കമ്പ്യൂട്ടർ IT എന്ന് പറയുന്ന ഒരു ഫീൽഡാണ് വരുന്നത്. അതായത് എല്ലാത്തെയും പോലെ തന്നെ നമ്മുടെ ബാങ്കിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ ഒന്ന് റീസണിങ് ആണ്, രണ്ടാമത്തെ മാത്സ് ആണ്, ഇംഗ്ലീഷ് ആണ്, പിന്നെ ഈ GK എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അഫേഴ്സ്, അതായത് ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സും, അതുപോലെ തന്നെ ബാങ്കിങ് അവയർനെസ്, ഫിനാൻഷ്യൽ അവയർനെസ് അല്ലെങ്കിൽ എക്കണോമി, IT, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്ന ആ ഒരു ഫീൽഡിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് വരുന്നത്. അതിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. 60 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ റീസണിങ്ങിൽ നിന്ന് വരുന്നത്. റീസണിങ്ങിൽ ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് കയറി വരുന്നുണ്ട്, DIയുടെ പോർഷൻ. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻസ്, നമ്മുടെ മാത്സ് 40 ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അവയർനെസ് അല്ലെങ്കിൽ എക്കണോമിക്കൽ അവയർനെസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടർ റിലേറ്റഡ് ടോപ്പിക്സ് എല്ലാം വരുന്നത് 60 മാർക്കിനാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് 200 മാർക്കിനാണ് വരുന്നത്. 200 ക്വസ്റ്റ്യൻസ് 200 മാർക്കിനാണ്. ടോട്ടൽ 2 മണിക്കൂർ ടൈമാണ് നിങ്ങൾക്ക് വരുന്നത്. അത്യാവശ്യം സിലബസിൽ അത്യാവശ്യം എല്ലാം കവറായി വരുന്നുണ്ട്. നല്ലപോലെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് എഴുതുക തന്നെ വേണം. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ബാങ്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു എക്സാം എഴുതി നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണ്. മിനിമം ടൈമും അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഓരോന്നിനും അലൗട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പം June 8-നാണ് എക്സാം പറയുന്നത്. അതിനുള്ളിൽ തന്നെ പഠിച്ച് കയറാനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ ഒരു എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം ഇതൊരു ബാങ്കിങ് സെക്ടറിലെ ജോലിയാണെന്നുള്ളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കി അത്രയും റിസ്ക് ഫാക്ടേഴ്സും എല്ലാം ഉണ്ടെന്ന് കരുതിയിട്ട് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ ഈ ഒരു സിലബസ് എല്ലാം മനസ്സിലാക്കി ആ ഒരു സമയം കൊണ്ട് എനിക്ക് പഠിച്ച് കഴിയാൻ പറ്റുമോ എന്നൊക്കെ കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. കാരണം നിങ്ങൾക്ക് അറിയാം ആപ്ലിക്കേഷൻ ഫീസ് 1050 ആണ് നോർമൽ കാൻഡിഡേറ്റ്സിന് വരുന്നത്. അപ്പോൾ അത്രയും ഫീസൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ള ഒരു കാര്യമൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണം. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാനായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിക്കുക. എന്തെങ്കിലും ഒരു ജോലി എന്ത് ചെയ്യുക, ഉടനെ തന്നെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരിക്കണം നിങ്ങൾ എല്ലാവരും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.